കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാനാവില്ല എങ്കിൽ കൂടി ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി കരുതാവുന്ന ഒരു പ്രഖ്യാപനമാണ് തെരുവ് കച്ചവടക്കാർക്ക് UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡ് അനുവദിക്കും എന്ന തീരുമാനം. രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന് നൽകുന്ന ഒരു ശാക്തീകരണത്തിൻ്റെ ഉദാഹരണമാണ്. കാരണം തെരുവ് കച്ചവടക്കാരെ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ അനധികൃത കച്ചവടക്കാരായിട്ടാണ് രാജ്യത്ത് കരുതപ്പെട്ടിരുന്നത്. അതായത് ഇവർ തെരുവോരങ്ങളിൽ അവരുടെ സാധനങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വച്ചിരിക്കും. ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഈ ഒരു നിശ്ചിത ഇടവേളകളിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി അതോറിറ്റി ആയിക്കോട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ട്രാഫിക് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇവരെ വഴിയരികിൽ നിന്നും ഓടിച്ചു വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസോ മറ്റ് അധികൃതരോ മുനിസിപ്പൽ അധികൃതരോ ഒക്കെ അടുത്തു വരുന്ന സമയം, അവരുടെ വാഹനം വരുന്ന സമയം, അവരുടെ ബുൾഡോസർ വരുന്ന സമയമൊക്കെ ജീവനും കൊണ്ട് എന്ന് മാത്രമല്ല തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് വാങ്ങിവെച്ച ഈ ഉൽപ്പന്നങ്ങളും എടുത്തുകൊണ്ട് ഓടുന്നത് നമ്മൾ ഇന്ത്യൻ നഗരങ്ങളിൽ പതിവ് കാഴ്ചയായിരുന്നു.